പ്രിയമുള്ളവരെ നമസ്കാരം. നരൻ പിള്ളാപ്പറ്റയാണ്. ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത് വേറൊന്നുമല്ല, എൻ്റെ ഒരു സംശയവും ചില ചോദ്യങ്ങളും കുറച്ച് കാര്യങ്ങൾ പറയാനും വേണ്ടി മാത്രമാണ്. മറ്റൊന്നുമല്ല, നമ്മൾ ശരിക്കും മലയാളം, കേരളം അർജുനെയും വയനാടിനെയും മറന്ന ഒരു സ്ഥിതിയിലാണോ എന്നൊരു സംശയമുണ്ട്. അല്ലാന്ന് പറയാൻ പറ്റില്ല, കാരണം വാർത്തകൾ ഉടനീളം ഇപ്പം മലയാള സിനിമയാണ്. എനിക്ക് ചോദിക്കാനുള്ള ആദ്യം ചോദിച്ച കാര്യം ഏത്, അർജുനെ മറന്നോ വയനാടിനെ മറന്നോ? എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വയനാടിന് വേണ്ടി ഇപ്പോൾ ചെയ്യുന്നുണ്ടോ? അതൊരു ചോദ്യമാണ്. മറ്റൊരു ചോദ്യം കൂടി ഉള്ളത്, ശരിക്കും മലയാള സിനിമയിൽ ഇത്രമാത്രം ലൈംഗിക ദാരിദ്ര്യമുണ്ടോ? ഒരു 10-21 വയസ്സുള്ള പയ്യന് സിനിമയിൽ അവസരം കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു പ്രമുഖ സംവിധായകൻ വിളിക്കുന്നു. ആ പയ്യൻ ചെല്ലുമ്പോൾ അവൻ്റെ നഗ്ന ഫോട്ടോകൾ എടുക്കുകയും അത് മറ്റൊരാൾക്ക് സെൻഡ് ചെയ്യുന്നു എന്നൊക്കെ കേട്ടു. ഇപ്പോൾ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് ആർക്കും എന്തും പറയാമെന്നുള്ളൊരു അവസ്ഥയിലേക്കൊക്കെ എത്തിച്ചു കാര്യങ്ങൾ. നമ്മുടെ വളർച്ച അത്രത്തോളമായി. ആരെക്കുറിച്ച് എന്തും പറയാം, ശരിയാവാം, ശരിയാവാതിരിക്കാം. പിന്നെ അതിൻ്റെ പിന്നാലെ ഈ മാധ്യമങ്ങളും ജനങ്ങളും. സത്യത്തിൽ എനിക്ക് ചോദിക്കാൻ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇത്രമാത്രം ലൈംഗികമായിട്ടുള്ള ദാരിദ്ര്യം നമ്മുടെ മലയാള സിനിമയിൽ ഉണ്ടോ? അങ്ങനെ ഇല്ലെന്നാ തോന്നുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ നടികളൊന്നും ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചില കാര്യങ്ങളുമായിട്ട് ഇപ്പോൾ രംഗത്ത് വരില്ല, അല്ലേ? നടികൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, പീഡനങ്ങളുണ്ടായിട്ടുണ്ട് എന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. 10-21 വയസ്സുള്ള ഒരു പയ്യനെ വിളിച്ച് അവൻ്റെ തുണികളൊക്കെ അഴിപ്പിച്ച് അവൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ എടുത്ത് അത് ഉപയോഗിക്കേണ്ട ഒരു എന്താ ചെയ്യുക? സത്യത്തിൽ എന്താണ് പറ്റിയത് നമുക്ക്? മലയാള സിനിമ നല്ലൊരു വസന്തകാലത്തേക്ക് എത്തിയതാണ്. നല്ല നല്ല സിനിമകൾ വന്നു, എന്താ പറയുക, കോടി ക്ലബ്ബുകളിലൊക്കെ എത്തി, നല്ല സാമ്പത്തിക വരുമാനങ്ങളൊക്കെ സിനിമാ ലോകത്ത് ഉണ്ടായി തുടങ്ങി. എനിക്ക് നടന്മാരത്തൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഒരു 1-2 സിനിമകൾ വിജയിച്ചു, അടുത്ത 3ാമത്തെ സിനിമയിലേക്ക് എത്തുമ്പോഴേക്കും നിങ്ങൾ ഒറ്റയടിക്ക് നിങ്ങളുടെ പ്രതിഫലം കൂട്ടി ലക്ഷങ്ങളാക്കി. പണം ഉണ്ടാക്കാൻ വേഗം കഴിയും, പക്ഷേ അത് നിലനിർത്താനും അവനവൻ്റെ വ്യക്തിത്വം നിലനിർത്താനും നല്ല കഷ്ടപ്പാടാണ്. ഒന്ന് ആലോചിക്കുക ഇനിയെങ്കിലും. ഒക്കെ ഒന്ന് കീപ്പിട്ട് ഇറങ്ങി വരെ. പാവപ്പെട്ട ഒരുപാട് സിനിമയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്കൊക്കെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങളെപ്പോലുള്ള ആളുകളൊന്നും ശ്രമിക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ. അഹങ്കരിച്ചതിൻ്റെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങൾ. കോടികളും ലക്ഷങ്ങളും പ്രതിഫലം വാങ്ങുമ്പോൾ നിങ്ങൾ ചിന്തിച്ചില്ല നിങ്ങൾക്ക് നേരെ പൊട്ടാൻ വരുന്ന ബോംബിനെ പറ്റിയിട്ട്. നിങ്ങൾ ചെയ്തോ ചെയ്തില്ലേ അത് നമുക്കറിയേണ്ട ആവശ്യമില്ല, പക്ഷേ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളാണല്ലോ, അല്ലേ? സാധാരണക്കാരായ എത്ര കലാകാരന്മാരുണ്ട്, ഒരാളെ നിങ്ങൾ കൈപിടിച്ച് കയറ്റുന്നുണ്ടോ? അവസരം കൊടുക്കുന്നുണ്ടോ? ഒരു ഡയറക്ടറിൻ്റെ എല്ലാ ആഗ്രഹത്തോടു കൂടി നടക്കുന്ന ഒരു തിരക്കഥാകൃത്ത് അവൻ്റെ കഥയുമായിട്ട് വരുമ്പോൾ, അല്ല ഒരു പുതിയ സംവിധായകൻ നിങ്ങളെ ആവശ്യമുണ്ട്, അവരുടെ സിനിമയിലേക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അവരെ പരിഗണിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് കോടികൾ കിട്ടുന്ന, നിങ്ങൾക്ക് ലക്ഷങ്ങൾ കിട്ടുന്ന അല്ലെങ്കിൽ ശമ്പളം കിട്ടുന്ന സിനിമകൾ മതി. ഒരാളെങ്കിലും നല്ലതുണ്ടോ നിങ്ങളുടെ ഇടയിൽ? കഷ്ടം. ജനങ്ങളോട് ഇത്ര ചോദിക്കാറുള്ളൂ, എന്തിനാ ഇവരിനെയൊക്കെ നിങ്ങൾ ആരാധിക്കുന്നത്, പാലും പഴമൊക്കെ കൊണ്ടുപോയി ചൊരിയുന്നത്? എന്തിനാണ് നിങ്ങൾ ഈ ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഇവരെ ഉദ്ഘാടനങ്ങൾ ക്ഷണിക്കുന്നത്? ഒരു പാവപ്പെട്ട കലാകാരനെ വിളിക്കുക, എന്നിട്ട് അവരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യുക, ഒരു 10,000 രൂപ അവർക്ക് കൊടുക്കുക. അവർ ആ ഒരു 10,000 കൊണ്ട് ഒരു മാസം ആ കുടുംബം സന്തോഷമായിട്ട് ജീവിക്കും. നിങ്ങളൊക്കെ വലിയ ബിസിനസ് സാമ്രാട്ടുകളല്ലേ, അല്ലേ?